ടി പിയുടെ സ്മൃതി മന്ദിരത്തിൽ നിന്നാണ് UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ പ്രചാരണത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നത്. ഷാഫി പറമ്പിൽ നമ്മൾ സംസാരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു മന്ദിരത്തിന് മുമ്പിൽ ഇത്തരത്തിൽ ഔപചാരികമായ തുടക്കം? അല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾക്കും കേരളീയ മനസാക്ഷിക്കും ഒരു കാലത്തും അംഗീകരിക്കാൻ കഴിയാത്ത ഏറ്റവും വലിയൊരു ക്രൂരകൃത്യം നടന്നൊരു മണ്ണാണിത്. ടി പിയുടെ കൊലപാതകം ഇന്നിപ്പോൾ കോടതി ലേറ്റസ്റ്റ് വിധിയിലും പറഞ്ഞു, അതൊരു പൊളിറ്റിക്കൽ കില്ലിങ്ങാണ്, ഓർഗനൈസേഷണൽ കില്ലിങ്ങാണ്. CPM മുൻകൂട്ടി തീരുമാനിച്ച് നടപ്പിലാക്കിയ ഒരു കൊലപാതകം, ഒരു സംഘർഷത്തിൽ കൊല്ലപ്പെട്ടതല്ല, ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിപ്പോയതല്ല, കൊല്ലാൻ തീരുമാനിച്ച് കൊന്നതാണ്. എന്നിട്ടും അതിനോടുള്ള ആറ്റിറ്റ്യൂഡ് ഒരല്പം പോലും റിഗ്രറ്റില്ല. വിജയമാഷ് പറഞ്ഞ പോലെ ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാൽ ചോദ്യങ്ങൾ അവശേഷിക്കില്ല എന്ന് കരുതിയവർക്ക് തെറ്റെന്ന് കാലം തെളിയിച്ചു. മരണപ്പെട്ട TP, കൊല്ലപ്പെട്ട TP, ജീവനോടുള്ള TPയേക്കാൾ ശക്തനായി ഇപ്പോഴും CPMനോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ മാത്രമല്ല, TP കൊല്ലപ്പെട്ടതിനെതിരായിട്ടുള്ള, കൊലപാതക രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഞങ്ങളുടെ സ്റ്റാൻഡ് അത് തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ഞങ്ങൾ പിന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കും. എന്ന് മാത്രമല്ല, ഈ കൊലപാതകികളോടുള്ള അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരെ ജയിലിൽ പോയി കാണുന്നത്, അവർക്ക് പാർട്ടി ഗ്രാമങ്ങളിൽ ഒളിപ്പിച്ചത്, അവർക്ക് സംരക്ഷണ കവചമൊരുക്കിയത്, പരോളിൻ്റെ ഉത്സവം തീർത്തത്, മയക്കുമരുന്ന്, ഫോണ്, കല്യാണാഘോഷങ്ങൾ, ഡാൻസ്, പാർട്ടി, ഇതിനൊക്കെ ഭരണകൂടം കൂടെ കൊടുക്കുന്ന പിന്തുണ അത് അംഗീകരിക്കാൻ ജനങ്ങൾക്ക് കഴിയുന്നില്ല. ഇപ്പോൾ കോടതി അവസാനം വിധി കൂടെ പറയുമ്പോൾ അതിനെതിരെ രമചേച്ചിയും RMPയും ഇവിടുത്തെ ജനാധിപത്യവാദികളും നടത്തിയ നിയമ പോരാട്ടവും ഈ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇത് കൊടിസുനിമാരുടെ മണ്ണല്ല, ഇത് കുഞ്ഞനന്ദന്മാരുടെ ആരാധകരുടെ മണ്ണല്ല, ഇത് TPയുടെയും ജനാധിപത്യവാദികളുടെയും മണ്ണാണ്, മതേതരവാദികളുടെ മണ്ണാണ്. കെ മുരളീധരൻ പറഞ്ഞത് TP വധം ചർച്ച ചെയ്യപ്പെടാതെ ഈ തെരഞ്ഞെടുപ്പ് പോയില്ല. കെ മുരളീധരൻ്റെ അതേ തുടർച്ച തന്നെയാണോ ഷാഫി പറമ്പിൽ? അല്ല, ഞാൻ അദ്ദേഹത്തെ പോലെ ഒരാൾക്ക് ശേഷം തുടർച്ചയ്ക്ക് വന്ന് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ്. മുല്ലപ്പള്ളി സാറുടെ, KMൻ്റെ, അതിൻ്റെ മുമ്പേ KP, പിന്നെ മറ്റേ ഉണ്ണിയേട്ടൻ്റെ, അപ്പോൾ അവരുടെയൊക്കെ ഒരു പിന്നെ ലെഗസിയുടെ ഭാഗമായിട്ടൊരു സ്ഥലത്ത് വന്ന് മത്സരിക്കുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അവരൊക്കെ പിന്നെ ഇപ്പം മുരളിയേട്ടൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വളരെ ആർജവത്തോടു കൂടിയുള്ളതല്ലേ. ഈ കേരളത്തിലെ 20 സീറ്റിലും ഞങ്ങൾക്ക് പോസിറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്റ്റാൻഡാണ് മുരളിയേട്ടൻ എടുത്തത്. അപ്പോൾ അതിൽ ചർച്ച ചെയ്യേണ്ട രാഷ്ട്രീയം ഞങ്ങൾ ചർച്ച ചെയ്യും. പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം അത് മാത്രമല്ല, എൻ്റെ ഉത്തരവാദിത്വം വടകരയിലെ അടുത്ത ജനറേഷൻ, അടുത്ത തലമുറ അവരാഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് തുടർച്ചയും അത് നേടിയെടുക്കലും എൻ്റെ ഉത്തരവാദിത്തമായിരിക്കും. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, സമാധാനവും വികസനവും രണ്ടും വടകരയിൽ ഉറപ്പുവരുത്തുന്ന ഒരു സാന്നിധ്യമായി ഇവർക്കൊപ്പം തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കെ മുരളീധരൻ്റെ പകർന്നക്കാരനായി താങ്കൾ എത്തുമ്പോൾ താങ്കൾ അതിലൊരു അതൃപ്തി അറിയിച്ചിരുന്നതായുള്ള റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതൃപ്തി ഉണ്ടോ? എനിക്ക് അതൃപ്തിയല്ല. ഞാൻ ബേസിക്കലി ഒരു പാർട്ടിക്കാരൻ. ഞാൻ KSU കൊടി പിടിച്ച് എന്നെ പാലക്കാടിന് പരിചയപ്പെടുത്തുന്ന പാർട്ടിയാണ്. പെട്ടെന്ന് തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്ത് നാളെ വടകരയിലേക്ക് പോകണം എന്ന് ഇന്ന് രാത്രി വിളിച്ച് പാർട്ടി തീരുമാനം അറിയിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർക്കുന്നത് പാലക്കാട്ടുകാരെ സംബന്ധിച്ച് സ്വാഭാവികമാണല്ലോ, മനുഷ്യരെന്നുള്ള നിലക്ക് സ്വാഭാവികമാണല്ലോ. പെട്ടെന്ന് അവിടെ വിട്ട് പോകേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നൊരു വിഷമം തന്നെയാണ്. ഞാനത് മറച്ചു വെച്ചിട്ടില്ല, എനിക്കൊരു വിഷമം വന്നു. പക്ഷേ ആ പാർട്ടി തീരുമാനത്തിൻ്റെ ഗൗരവം എനിക്ക് ബോധ്യപ്പെട്ടു. ആ ഗൗരവം ബോധ്യപ്പെട്ട് തന്നെ ഞാൻ എടുക്കുന്ന തീരുമാനത്തിൽ നിൽക്കാൻ പാലക്കാട്ടുകാരൻ എനിക്ക് പിന്തുണ തന്നു. ഇന്നലെ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ എൻ്റെ തലയിൽ കൈവച്ച് എൻ്റെ അമ്മമാരെന്നോട് പറഞ്ഞത്, പോയി തോറ്റിട്ട് വാ മോനെ എന്നല്ല, അവിടെ പോയി ജയിച്ചു വരണം, അവിടെയും തോക്കരുതെന്നാണ് പാലക്കാട്ടുകാരനോട് പറഞ്ഞത്. ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ടത് ഒരു സാഗരം ഇങ്ങനെ നീങ്ങുന്നതാണ്. കടൽ മനുഷ്യരൂപം എടുത്ത് വടകരയുടെ തെരുവിൽ ഇങ്ങനെ നീങ്ങുന്നത് ഞാൻ കണ്ടപ്പോൾ ഞാൻ വന്നിറങ്ങിയ സ്ഥലം ചെറിയ സ്ഥലമല്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. തികഞ്ഞ ആത്മവിശ്വാസത്തിലും തെല്ലും അഹങ്കാരവും ഇല്ലാതെ പറയുന്നു, ഞങ്ങൾ ഈ മണ്ഡലം നിലനിർത്തിയിരിക്കും. കെ മുരളീധരനെ മാറ്റിയപ്പോൾ KK രമ, RMPയും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് പ്രാദേശിക ഘടകമൊക്കെ എതിർപ്പ് അറിയിച്ചിരുന്നതായുള്ള ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ എതിർപ്പൊക്കെ മാറി അവർ ഇടതും വലതും നിൽക്കുന്നു. അത്രത്തോളം ശക്തനായില്ല. അത് അവർ പറയട്ടെ. നിങ്ങൾ അപ്പം തന്നെ കൊടുത്ത് അന്ന് തന്നെ തെറ്റായ വാർത്തകളാണ് കൊടുത്തത്. ഞാൻ അഭിലാഷിനോട് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് എന്നതിനെ സംബന്ധിച്ച്. പക്ഷേ അതിന് നേരെ ഓപ്പോസിറ്റ് വാർത്തയാണ് നിങ്ങൾ കൊടുത്തത്. RMP ഒരു അതൃപ്തിയും ഈ വിഷയത്തിൽ പറഞ്ഞില്ല. വളരെ കൃത്യമായി കഴിഞ്ഞ പ്രാവശ്യവും കെ മുരളീധരൻ സ്ഥാനാർത്ഥി ആവും മുമ്പേ വടകരയിലെ UDF സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ നിലപാട് സ്വീകരിച്ച ആളുകളാണ് ഞങ്ങൾ. തികച്ചും രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി എന്നല്ല പ്രശ്നം, ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വടകരയിൽ CPMനെതിരെ മത്സരിക്കുന്ന ആരായാലും പിന്തുണക്കാൻ RMPക്ക് പ്രശ്നം. ഞാൻ രമചേച്ചിയെ വിളിച്ചു, വേണുവേട്ടനെയും വിളിച്ചു, രണ്ടാളെ ഞാൻ ഫോണിൽ വിളിച്ച്
ഇങ്ങനെയാ പറയുന്നത് ചേച്ചി. അപ്പോൾ എന്നോട് പറഞ്ഞു നീ കയറി വാടാ ധൈര്യമായിട്ട്, നമുക്കിവിടെ പൊളിക്കാമെന്നാണ് ചേച്ചി പറഞ്ഞു. അപ്പോൾ പിന്നെ വേണുവേട്ടനെ വിളിച്ച് പറഞ്ഞു ഒരു ആത്മവിശ്വാസം കുറവ് വേണ്ട, ഞങ്ങൾ ഏറ്റിരിക്കുന്നു, വന്നോളൂ എന്നാണ് എന്നോട് വേണുവേട്ടനും പറഞ്ഞത്. അപ്പോൾ അതൊക്കെ പിന്നെ ചില ഭാവനകളാണ്. ഞങ്ങളുടെ അതൃപ്തി കൊണ്ടൊന്നും ആരും ഇവിടെ ഡൽഹിയിലേക്ക് പോവില്ല, ഞങ്ങളുടെ തൃപ്തി കൊണ്ട് ഞങ്ങൾ തന്നെ പോകും അല്ലേ ചേച്ചി? ആ ശരി. ഏതായാലും വിജയാശംസകൾ. ഏതായാലും ഷാഫി പറമ്പിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ പറയുന്നു. വടകരയിൽ UDF സ്ഥാനാർത്ഥിയായ താൻ തന്നെ വിജയിക്കും. വടകര TPയുടെ മണ്ണാണ്, ആ മണ്ണിൽ UDF തന്നെയാണ് വിജയിക്കുക. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.